കഴിഞ്ഞ മൂന്നാഴ്ച തോട്ടം മേഖലയിലും അതോടൊപ്പം തന്നെ ആദിവാസി മേഖലകളിലടക്കം വലിയ രീതിയിൽ പ്രചാരണം നടത്തിയിരുന്നു. മൂന്നാഴ്ചയിൽ വലിയ വിശ്രമമില്ലാതെ ഓട്ടമായിരുന്നു. ഇനി എന്താണ് പരിപാടി? വിശ്രമമാണോ? അല്ല, ഇന്നിപ്പോൾ ഈ ഇടപ്പെട്ട കാലങ്ങളിൽ മരണപ്പെട്ട കുറേ ആളുകളുണ്ട്. അവരുടെ വീടുകളൊക്കെ വന്ന് സന്ദർശിക്കാൻ പോകുന്നതാണ് ഇന്നത്തെ പരിപാടി. എങ്ങനെയുണ്ട് ഈ പ്രാവശ്യത്തെ ഒരു വിജയപ്രതീക്ഷ? തീർച്ചയായിട്ടും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഈ മണ്ഡലത്തിൽ നിന്ന് വീണ്ടും വിജയിച്ചു വരും. വിജയിക്കാൻ അനുകൂലമായിട്ടുള്ള ഘടകങ്ങളാണ് ഉണ്ടായിട്ടുള്ളത്. ഞങ്ങളൊരു സ്ഥലത്തും വേറെ മറ്റു രാഷ്ട്രീയങ്ങളൊന്നും പറഞ്ഞില്ല. ഞങ്ങൾ ചെയ്ത കാര്യങ്ങൾ പറഞ്ഞ്, വികസനം മാത്രം പറഞ്ഞ്, അതുപോലെ ജനക്ഷേമ പ്രവർത്തനങ്ങൾ സർക്കാർ നടപ്പിലാക്കിയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ പറഞ്ഞ് വോട്ട് ചോദിച്ചിട്ടുള്ളൂ. അതെല്ലാം വോട്ടായി മാറും. അതുകൊണ്ട് ഞങ്ങൾക്ക് 100% വിജയപ്രതീക്ഷയാണ്. ഏതായാലും രണ്ടാം തവണയാണ് അങ്കത്തട്ടിലേക്ക് ഇറങ്ങിയിരിക്കുന്നത്. ഈ ജനങ്ങളിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ നിലവിലെ രാഷ്ട്രീയ സാഹചര്യം അല്ലെങ്കിൽ അവരുടെ ഒരു അഭിപ്രായം എന്താണ്? നിലവിലെ രാഷ്ട്രീയ സാഹചര്യം എന്ന് പറയുമ്പോൾ പൊതുവെ കേരളത്തിലെ ജനങ്ങൾ ഈ ഭരണം വീണ്ടും വരണം എന്നാണ് ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഒരു കുറവില്ലാത്തൊരു 10 വർഷമാണ് കടന്നു പോയിട്ടുള്ളത്. പറഞ്ഞ കാര്യങ്ങൾ ജനങ്ങളോട് ചെയ്ത് കാണിച്ചൊരു ഗവൺമെൻറ്റാണ് കേരളത്തിൽ ഈ കഴിഞ്ഞ 10 വർഷം ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ജനങ്ങൾ ഞങ്ങളെ വിശ്വസിക്കുന്നു. ഞങ്ങൾ അവരോട് പറയുന്ന കാര്യങ്ങൾ ചെയ്യും എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ അതെല്ലാം വോട്ടായി മാറും. ഞങ്ങൾ വിജയിച്ചു വരുമ്പോൾ അതെല്ലാം ഉറപ്പായിട്ടും ജനങ്ങൾക്ക് ചെയ്തു കൊടുക്കും എന്നുള്ളതാണ്. വലിയ വിജയപ്രതീക്ഷയിൽ തന്നെയാണോ ഈ പ്രാവശ്യം ഉള്ളത്? തീർച്ചയായിട്ടും വിജയപ്രതീക്ഷ തന്നെയാണ്. ഈ മണ്ഡലം എന്നും ഇടതുപക്ഷത്തോടൊപ്പം ചേർന്ന് നിന്നിട്ടുള്ള മണ്ഡലമാണ്. കഴിഞ്ഞ കാലങ്ങളിലെല്ലാം ജനങ്ങളോടൊപ്പം ചേർന്ന് നിന്നിട്ടുള്ള കാര്യങ്ങളാണ്. അവരോടൊപ്പം നിന്ന് ഈ നാട്ടിലെ വികസന പ്രവർത്തനങ്ങളും കാര്യങ്ങളെല്ലാം നടത്തിയിട്ടുണ്ട്. അത് ഇനിയും തുടരും. ഉറപ്പായിട്ടും ഈ മണ്ഡലം വിജയിച്ചു വരും. ഏതായാലും കഴിഞ്ഞ തവണ മണ്ഡലത്തിൽ ചെയ്ത വികസനങ്ങൾ തനിക്ക് വോട്ടായി മാറും എന്ന പ്രതീക്ഷയിൽ തന്നെയാണ് എ രാജയുള്ളത്. ഏതായാലും ഈ തിരഞ്ഞെടുപ്പിലെ വിജയം ആർക്കൊപ്പം എന്ന ആകാംക്ഷയിൽ തന്നെയാണ് ജനങ്ങളുള്ളത്. ക്യാമറമാൻ എ പി രാജയ്ക്കൊപ്പം ബിനീഷ് ആന്റണി, കേരള വിഷൻ ന്യൂസ്, ഇടുക്കി.